ഹലോ ഹായ് എവരിവൺ, വെൽക്കം ടു ദി ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വീറ്റ് പുട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഓപ്ഷനായിട്ട് വെയിറ്റ് ലോസ് ജേണിയിലും അതല്ലാതെ നോർമൽ ഡേയ്സിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. സോ എങ്ങനെയാണ് അത് മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു വെസലെടുക്കുക. ആ വെസലിലേക്ക് 1.5 കപ്പ് ഓഫ് വീറ്റ് പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ 1.5 എന്ന് പറയുമ്പോൾ 1 കപ്പ് ഈസ് ഈക്വൽ ടു 250 ml ആണ്. സോ ഹാഫ് ഈസ് 125 ml ഞാൻ മെഷറിംഗ് കപ്പ് എടുത്തിരിക്കുന്നത്. പിന്നെ 3 പേരുടെ ക്വാണ്ടിറ്റിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചക്കിയാട്ട മൾട്ടിഗ്രെയിൻ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ വീറ്റ് പൗഡർ എടുത്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഓഫ് സോൾട്ടാണ് ആഡ് ചെയ്യുന്നത്. എഗെയിൻ നമ്മളിപ്പം ഇത്രയും സോൾട്ട് ആഡ് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറവുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. എനിക്ക് ഇത്രയും മതിയായിരുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ വീട്ടിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രേറ്റഡ് ക്യാരറ്റ്, അതും ഞാനൊരു മീഡിയം സൈസ്ഡ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പ്രോസസ്സ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നനയ്ക്കാൻ പോവുകയാണ് പൊടി. സോ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പോർഷനിലും ഈ നനവ് വെള്ളം എത്തണം എന്നുള്ളതാണ്. സോ 1/1 ടേബിൾ സ്പൂൺ നിങ്ങൾ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അവർ കറക്റ്റ് പേടിക്കേണ്ട ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യം നമുക്ക് ഫീൽ ആകുമ്പോഴേക്ക് ഓക്കെ ഞാൻ ചെയ്തത് തെറ്റാണോ, ഇനി ഇത് നമുക്ക് വേറൊരു പ്രോസസ്സിൽ കൂടെ കൊണ്ടുപോകാനുള്ളതാണ്. അതുകൊണ്ട് ഒരു 6 to 7 ടേബിൾ സ്പൂൺ ഓഫ് വാട്ടർ വേണമായിരിക്കും നമ്മളിപ്പോൾ 1.5 കപ്പാണ് എടുക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ വന്നു. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. സോ ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ മിക്സി ജാറിൽ 2 or 3 ടൈംസ് ആയിട്ട് കുറച്ച് ഇട്ടിട്ട് പൾസ് ചെയ്തെടുക്കുക. എഗെയിൻ മേക്ക് ഷുവർ ദാറ്റ് മിക്സിയിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തല്ലേ എടുക്കേണ്ടത്. ഇപ്പോൾ മിക്സിയിലൊക്കെ ഒരു പൾസിൻ്റെ ഓപ്ഷൻ, ഒരു യെല്ലോ ബട്ടൺ ആദ്യം തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിലിട്ട് 2 വട്ടം പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ പൗഡർ കറക്റ്റ് ഫോമിൽ കിട്ടും. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ഓഫ് ഗ്രേറ്റഡ് കോക്കനട്ടോട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇത് നമുക്ക് എപ്പോഴും പുട്ട് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു ഇമോഷനാണല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കടലക്കറി അല്ലെങ്കിൽ പയറുകറിയുടെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി എന്ത് പുട്ടുകുറ്റി എടുക്കുക. അപ്പം ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ ആ ഷേപ്പിലുള്ള കുറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത്. സോ ആദ്യം നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൗഡർ, നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് നന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു 1 ടൈം കഴിക്കേണ്ട നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും. ഞാൻ ആദ്യം ചെയ്തപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചപ്പോഴത്തേക്കും കുഞ്ഞതാണ് വന്നത്. സോ അത് ജാഞ്ചിക്കുട്ടന് എടുക്കാമല്ലോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഇനി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചൂടാക്കുക. അപ്പോൾ ആവി വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ ആ പുട്ടുകുറ്റി അവിടെ വെക്കുക. അപ്പോൾ വിസിൽ എടുത്ത് മാറ്റിയിട്ട് വേണം ഇത് വെക്കാനായിട്ട്. ഇനി ഒരു 5 മിനിറ്റ്സ് എന്ത് ചെയ്യുക, അങ്ങനെ ഇരുന്നതൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റ് കുക്കായി കഴിയുമ്പം തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുകളിൽ 2 ഹോൾസ് ഉണ്ടല്ലോ, ആ ഹോൾസിൽ കൂടെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നുള്ളത്. ശേഷം ഇനി നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അപ്പം ഞങ്ങൾ ഇന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു വെറൈറ്റിക്ക് ഓവനിൽ പ്രിപ്പയർ ചെയ്ത എണ്ണയൊന്നും ഓയിൽലെസ് ആയിട്ടുള്ള പപ്പടമാണ് ഫ്രൈ ചെയ്തത്. സോ അതിനായിട്ട് എഗെയിൻ നമ്മൾ ഓവൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ഗ്ലാസ് ടാബ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പപ്പടം വെക്കുക. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം 4 എണ്ണമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു 1-2 മിനിറ്റ്സ് മാക്സിമം വൺ സൈഡ് നമ്മൾ 1 മിനിറ്റ് വെക്കുക, അനദർ സൈഡ് ഫോർ അനദർ 1 മിനിറ്റ്. ശേഷം ഇതിൻ്റെ ഒന്ന് തിരിച്ച് ചെയ്തിട്ട് ഒന്നുകൂടെ വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് അതൊന്ന് പൊള്ളി വരും. കാണുമ്പോൾ അത്ര ലുക്കൊന്നും ഇല്ലെങ്കിലും കറക്റ്റ് അത് ക്രഷായിട്ട് തന്നെ വരും. ഇപ്പം നമ്മൾ ഈ വെയിറ്റ് ലോസ് തുടങ്ങിയപ്പോഴും അല്ലാതെ എനിക്കിതാണ് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഈ പണ്ടൊക്കെ പപ്പടം ഇങ്ങനെ പൊള്ളിച്ചെടുക്കുന്ന പോലത്തെ ഒരു ഫ്ലേവർ വരും. നല്ല ടേസ്റ്റാണ്. സോ വെറൈറ്റിക്ക് നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പദ്ധതി ഇതാണ് ഇന്ന് ഞങ്ങളുടെ സൈഡപ്പ് ചെയ്തത്. നമ്മുടെ പുട്ടും പപ്പടവും പിന്നെ ചെറുപയർ മുളപ്പിച്ചതിൻ്റെ വീഡിയോയും ഞാനിടാം. ഭയങ്കര ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത്. അപ്പം നിങ്ങളും ഇത് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം കേട്ടോ. സോ താങ്ക് യു ഗൈസ്, ബൈ.